പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ കേൾക്കുമ്പോൾ, ചരിത്രം കേൾക്കുമ്പോൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ദാറുൽ അർഖം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഒട്ടേറെ ചരിത്രപരമായ തീരുമാനങ്ങൾക്കും അനുഭവ സ്പർശിയായ കൂടിച്ചേരലുകൾക്കും അതോടൊപ്പം ദീനിലേക്കുള്ള പ്രവേശന കവാടത്തിനും സാക്ഷ്യം വഹിച്ച ചുമരുകളാണ് ദാറുൽ അർഖം എന്ന് പറയുന്നത്. അർക്കമിൻ്റെ വീട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ദാറുൽ അർക്കം എന്ന് പറയുമ്പോൾ അവിടെ ഒരു രഹസ്യപ്രബോധനം നടക്കുന്ന ഒരു കാലഘട്ടമാണെന്ന്. രഹസ്യപ്രബോധനം വളരെ അതീവ രഹസ്യമായി, പ്രത്യേകിച്ച് മർദ്ദനങ്ങളും പീഡനങ്ങളും തുടർച്ചയായി മക്കത്ത് നടക്കുന്ന ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ന്യൂനപക്ഷവും ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് കൂടുന്ന, അവരുടെ യോഗങ്ങൾ നടക്കുന്ന, തീരുമാനങ്ങളിലേക്ക് അവരെ എത്തിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു ഇടമാണ് ദാറുൽ അർക്കം. എന്തുകൊണ്ട് ദാറുൽ അർക്കം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ കണ്ടെത്തുന്നത്. മക്കയുടെ നീണ്ടു നിൽക്കുന്ന 13 വർഷക്കാലം മുസ്ലിമീങ്ങളുടേതെന്ന് പറയാൻ ഒരു ഭവനമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് പള്ളിയാണ്. ഹറം പള്ളിയാകട്ടെ അത് മക്കയിലെ മുശ്രിക്കുകളുടെ കൈവശമാണ് താനും. അപ്പോൾ പീഡനങ്ങളാൽ എരിപൊരി കൊള്ളുന്ന, പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടുന്ന നവമുസ്ലിങ്ങളായ ആളുകൾക്ക് ഒന്നൊരുമിച്ച് കൂടാനും കൂടിച്ചേരാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ദീൻ പഠിക്കുവാനുമുള്ള ഒരു ഇടം അവർക്കുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. പള്ളികൾ ഉണ്ടാകുന്നത് മദീന കാലഘട്ടത്തിലാണ്. ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കിയ പള്ളി എന്ന് പറയുന്നത് മസ്ജിദ് ഖുബയാണ്. സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്, മസ്ജിദുൽ ഖുബയിലെ 2 റക്അത്ത് നിസ്കാരം ഉംറക്ക് തുല്യമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീത്തിൽ നമുക്ക് കാണാൻ കഴിയും. വളു നിർവഹിച്ച് മസ്ജിദ് ഖുബയിലെത്തി 2 റക്അത്ത് നിസ്കരിക്കുന്നത് ഒരു ഉംറയെപ്പോലെയാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഒരു വൈകാരികമായ ബന്ധമാണ്. അദ്ദേഹവും സ്വഹാബത്തും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ആദ്യമായി നിർമ്മിച്ച ഒരു സംവിധാനം, ഒരു പള്ളി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു സ്ഥലം, എല്ലാവർക്കും ഒരുപോലെ ഒരുമിച്ച് കൂടാനുള്ള സ്ഥലം. ഇപ്പോൾ ഓരോരുത്തരുടെയും വീടുകൾ എന്ന് പറയുമ്പോൾ അത് അതിൻ്റേതായ ചില പരിധികളും മറ്റും ലിമിറ്റുകളൊക്കെ ഉണ്ടാകും. പക്ഷേ പള്ളി എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ പള്ളിയാണ്, എല്ലാവർക്കും ഒരുപോലെ ആക്സസ് ഉള്ള ഒരു സ്ഥലമാണ്. ഈ ഖുബാ പള്ളിയൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ച് ഭാരമുള്ള കല്ല് ഉയർത്തിക്കൊണ്ടുവന്ന് ആ ഖുബാ പള്ളിക്ക് തറക്കല്ലിട്ടതൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യമായും അവിടുന്ന് നേരിട്ട് പങ്കെടുത്തുണ്ടാക്കിയ ഒരു പള്ളി എന്നുള്ളത് കൊണ്ടാകാം മദീനയിലെത്തിയിട്ടും ഇടയ്ക്കിടയ്ക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബയിലേക്ക് നടന്നു വരുമായിരുന്നു എന്നൊക്കെ അദ്ദേഹം നമുക്ക് കാണാൻ കഴിയും ഹദീസുകളിൽ. അപ്പോൾ നമുക്ക് ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ ഈ 13 കൊല്ലക്കാലം മക്ക കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ഒരുമിച്ചിരിക്കാൻ, പുതുമുസ്ലിങ്ങൾക്ക് ജീവൻ നൽകാൻ തെരഞ്ഞെടുത്ത ഭവനമാണ് ദാറുൽ അർഖം എന്ന് പറയുന്നത്. അർഖം ഇബ്നു അബുൽ അർഖം എന്ന് പറയുന്നതാണ് ആ സ്വഹാബിയുടെ പൂർണ്ണമായ നാമം. അദ്ദേഹം ഒരുപാട് സവിശേഷതകൾ അദ്ദേഹത്തിനുണ്ട്. പ്രവാചകൻ്റെ ഓരോ തിരഞ്ഞെടുപ്പുകളും, ഇപ്പോൾ സീറകൾ വായിക്കുമ്പോൾ ഓരോ തിരഞ്ഞെടുപ്പിൻ്റെ പിന്നിലും നമുക്ക് വിശദീകരണങ്ങൾ നൽകാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ ഇവിടെയും നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു ഭവനം തിരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിൻ്റെ പിന്നിൽ ഒരുപാട് മറുപടികൾ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം 20-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ 83-ാമത്തെ വയസ്സിൽ മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ അത്രയും തൻ്റേടിയായിട്ടുള്ള ആ ഒരു ചെറുപ്രായത്തിൽ തന്നെ തൻ്റേടിയായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം അബൂജഹലിൻ്റെ കബീലക്കാരനാണ്. അന്ന് എല്ലാം കബീലകളാണല്ലോ, എല്ലാം കബീലകളാണ്. മഖ്സൂം ഗോത്രക്കാരനാണ്. അപ്പം അത്രയും പ്രാധാന്യമുള്ള ഒരു തറവാടിത്തത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ ഒരു ഇടം
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വീട് തിരഞ്ഞെടുത്തു എന്നുള്ളതും, മാത്രമല്ല ഒരു സഫാ കുന്നിൻ്റെ ഭാഗത്തായിട്ടാണ്. ഇന്നൊന്നും ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു അടയാളങ്ങൾ കാണാൻ കഴിയില്ല. അന്ന് ഹറമിൻ്റെ അടുത്തും വീടുകളുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ചരിത്രം നമുക്ക് വിളിച്ചോതി തരുന്നത്. അപ്പോൾ സഫാ കുന്നിൻ്റെ താഴെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീടുണ്ടായിരുന്നു എന്നതും, ഏതു സമയത്തും അവിടെ ജനനിബിഡമായിരുന്നു. ജനനിബിഡം എന്ന് പറഞ്ഞാൽ ഹജ്ജിനും ഉംറക്കുമൊക്കെ വരുന്ന ആളുകൾ, അവിടെ ഹജ്ജിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വരുന്ന ആളുകൾ എന്നുള്ള നിലക്ക് അപരിചിതരായ ഒരുപാട് ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നതും വരുന്നതും ആരാലും ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതും കാരണം എന്താണ്? അധിക സമയത്തും അവിടെ ആളുണ്ട്. അതായത് ആ നാട്ടുകാരല്ലാത്ത ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ദാറുൽ അർക്കമിലേക്ക് പോകുന്നതും വരുന്നതും ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതും എന്തുണ്ട്, അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റാണ്. മാത്രമല്ല ദാറുൽ അർക്കമിനെ കുറിച്ച് പറയുമ്പോൾ സുഹൈബുർ റൂമി, ഉമർ റളിയല്ലാഹു അൻഹു ഇവരുടെയൊക്കെ ഇസ്ലാം ആശ്ലേഷണത്തിന് സാക്ഷ്യം വഹിച്ച ഒരു ഭവനം കൂടിയാണ് ഈ ദാറുൽ അർക്കം എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക സീറയിൽ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യപൂർവ്വം നമ്മൾ ആ സ്വഹാബി വര്യൻ്റെ ഒരു പ്രത്യേകത ആലോചിച്ച് നോക്കൂ. മക്ക കാലഘട്ടം പരാമർശിക്കുമ്പോൾ ദാറുൽ അർക്കം പരാമർശിക്കാതെ നമുക്ക് കടന്നു പോകാൻ കഴിയില്ല. ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന വിശ്വാസികൾ അഖിലവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറകളിലെ മൊഴിമുത്തുകൾ പരതുമ്പോൾ, പെറുക്കിയെടുക്കുമ്പോൾ അതിൽ വിട്ടുപോവാത്തൊരു കണ്ണിയാണ് ദാറുൽ അർക്കം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്വഹാബി വര്യൻ്റെ ഒരു ഫളിൽ ആലോചിച്ച് നോക്കൂ, ഒരു ശ്രേഷ്ഠത ആലോചിച്ച് നോക്കൂ. എല്ലാവരാലും ഓർമ്മിക്കപ്പെടാനും അതേപോലെ തന്നെ പുകഴ്ത്തപ്പെടാനും തൻ്റെ സമ്പാദ്യവും തൻ്റെ ഭവനങ്ങളുമൊക്കെ ഇസ്ലാമിക സീറയിൽ സ്ഥാനം പിടിക്കുവാനും ഒക്കെയുള്ള ആ ഒരു ഭാഗ്യം ലഭിച്ച ഒരു സ്വഹാബി വര്യനെ കുറിച്ച് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ സീറകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് സ്വർഗപ്രവേശനം ആഗ്രഹിച്ചുകൊണ്ട് അവർ അവരുടെ അധ്വാനവും സമ്പത്തും എല്ലാം ദീനിനു വേണ്ടി നീക്കിവെച്ചിരുന്ന ഒട്ടനവധി സന്ദർഭങ്ങൾ ഇത്തരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ചുരുക്കത്തിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, നമ്മൾ ഇസ്ലാമിക സീറയിൽ ഒരിക്കലും നമുക്ക് വിട്ടുപോകാൻ കഴിയാത്തൊരു ഭാഗമാണ് ദാറുൽ അർക്കം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമാണ് നമ്മൾ ഇന്ന് ശ്രോതാക്കളുമായി പങ്കുവച്ചത്. മാഷാ അല്ലാഹ്. നമുക്കത് ദാറുൽ അർക്കം എന്നത് നമ്മളങ്ങനെ കേട്ടിട്ടുണ്ട് എങ്കിലും ആ ദാറുൽ അർക്കമിലേക്ക് എത്തിച്ചേരാനുണ്ടായ ഒരു സാഹചര്യം, അതിൻ്റെ ചില കാരണങ്ങളാണ് ഇന്ന് വളരെ മനോഹരമായി അവതരിപ്പിക്കപ്പെട്ടത്. ബാറക്കല്ലാഹു ഫീക്കും.